അയ്യങ്കുന്ന് വില്ലേജ് വിഭജിച്ച് കരിക്കോട്ടക്കരയിൽ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വില്ലേജ് വാടക കെട്ടിടത്തിലാണ് ഉള്ളത്. എത്രയും പെട്ടെന്ന് ഇവിടെ നമുക്ക് ഈ ഹൗസിംഗ് ബോർഡ് വന്നിരിക്കുന്ന ഈ സ്ഥലത്ത് വില്ലേജ് ഓഫീസ് വന്നത് തരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ ഒത്തിരി എടപ്പുഴയിൽ നിന്ന് പാളത്തോട് നിന്നും നമ്മൾ അയ്യങ്കുന്ന് വില്ലേജിൽ എത്താൻ വേണ്ടി ഒത്തിരി പ്രയാസങ്ങളുണ്ട്. ബസ്സുകളില്ല. പാവപ്പെട്ട ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് കരിക്കോട്ടക്കരയിലെ ഈ വില്ലേജ് ഓഫീസ് എത്രയും പെട്ടെന്ന് നമുക്ക് പണി പൂർത്തീകരിച്ച് തരണമെന്ന് ആവശ്യപ്പെടും. കരിക്കോട്ടക്കരി വില്ലേജ് ഓഫീസിന് സ്വന്തം കെട്ടിടം വേണമെന്ന ആവശ്യം ശക്തമാകുന്നു. വില്ലേജ് രൂപീകരണത്തിന് മുൻകൈയെടുത്ത CPI റവന്യൂ മന്ത്രിയെ സമീപിച്ചു. വിശാലമായ അയ്യങ്കുന്ന് വില്ലേജ് വിഭജിച്ച് 2021 കരിക്കോട്ടക്കരി വില്ലേജ് രൂപീകൃതമായത്. ആർളം വില്ലേജിലെ ചില ഭാഗങ്ങൾ കൂടി കൂട്ടിച്ചേർത്താണ് കരിക്കോട്ടക്കരി ആസ്ഥാനമായി വില്ലേജ് രൂപീകരിച്ചത്. കരിക്കോട്ടക്കരി വില്ലേജ് 2021 ഫെബ്രുവരിയിൽ രൂപീകരിച്ച് നോട്ടിഫിക്കേഷൻ ആയതാണ്. വില്ലേജ് രൂപീകരിച്ചിട്ട് നാളിതുവരെയായിട്ടും ഇതിപ്പോൾ 2025 ഒരു വാടക കെട്ടിടത്തിലാണ് താമസിച്ചും വർക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ വളരെ കുറവാണ്. ഒരു ബാത്റൂം ഉള്ളത് കോമൺ ബാത്റൂമാണ്. ഇതൊക്കെയുള്ളൂ സൗകര്യം. അപ്പോൾ 10 സെൻറ്റ് ഭൂമി ഇവിടെ അനുവദിച്ച് കിട്ടിയിട്ടുണ്ട്. റവന്യൂ വകുപ്പ് ഏറ്റെടുത്തിട്ടുണ്ട്. നമ്മുടെ ഹൗസിംഗ് ബോർഡിൻ്റെ സ്ഥലം. അപ്പോൾ ഇനി അത് കെട്ടിടം നിർമ്മിക്കാനുള്ള ഫണ്ടും കൂടെ കിട്ടിയാൽ മതി. വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ വില്ലേജിൽ സ്റ്റാഫ് പാറ്റേൺ ആയിട്ടില്ല. സ്റ്റാഫുകളെ വിന്യസിച്ചിട്ടില്ല. മറ്റു വില്ലേജുകളിൽ നിന്നും ഡെപ്യൂട്ടേഷനിലാണ് ഇവിടെ എല്ലാവരും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് അംഗങ്ങൾ വളരെ കുറവാണ് തന്നെ, സ്റ്റാഫുകൾ വളരെ കുറവാണ് തന്നെ. അതുകൊണ്ട് തന്നെ ഒരു പുതിയൊരു വില്ലേജ് രൂപീകരിച്ചതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ തന്നെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം നിലവിലെ സാഹചര്യത്തിൽ ജനങ്ങളുടെ ബുദ്ധിമുട്ട് കുറയുന്നതായിട്ട് തോന്നുന്നില്ല. കാരണം അംഗങ്ങൾ സ്റ്റാഫുകൾ വളരെ കുറവായതുകൊണ്ട് ജനങ്ങൾക്ക് കൃത്യസമയത്ത് സേവനങ്ങൾ കൊടുക്കാൻ വേണ്ടി വളരെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക ഇപ്പം നിലവിൽ. അപ്പോൾ സ്റ്റാഫ് പാറ്റേൺ ആകണം. വില്ലേജിന് സ്വന്തമായിട്ട് കെട്ടിടം വേണം. ഇതൊക്കെയാണ് ഇവിടുത്തെ ഒരു പരിഹരിക്കേണ്ടതായ ഒരു പ്രശ്നമായിട്ട് ഉള്ളത്. മലയോര മേഖലയിലെ പട്ടികവർഗ വിഭാഗക്കാർ ഉൾപ്പെടെയുള്ള നിരവധി കർഷകർക്കും മറ്റ് ജനവിഭാഗങ്ങൾക്കും ആശ്വാസമായാണ് വില്ലേജ് രൂപീകരിച്ചത്. CPI അയ്യങ്കുന്ന് ലോക്കൽ കമ്മിറ്റിയുടെ നിരന്തര അഭ്യർത്ഥനയെ തുടർന്നായിരുന്നു രൂപീകരണം. 2021 അന്നത്തെ റവന്യൂ വകുപ്പ് മന്ത്രി E. ചന്ദ്രശേഖരൻ മുൻകൈയെടുത്താണ് കരിക്കോട്ടക്കരി വില്ലേജ് രൂപീകരിച്ചത്. വിശാലമായ അയ്യങ്കുന്ന് പഞ്ചായത്തിനെ വിഭജിച്ച് കരിക്കോട്ടക്കരി കേന്ദ്രമാക്കി ഒരു വില്ലേജ് നിർമ്മിക്കണമെന്ന പ്രദേശവാസികളുടെ നിരന്തരമായ ആവശ്യത്തിൻ്റെ ഭാഗമായിട്ടാണ് കരിക്കോട്ടക്കരി ആസ്ഥാനമായിട്ട് ഒരു വില്ലേജ് നമുക്ക് അനുവദിച്ചിരിക്കുന്നത്. അയ്യങ്കുന്ന് വില്ലേജിൻ്റെ ഭാഗവും ആർളം വില്ലേജിൻ്റെ ചില ഭാഗങ്ങൾ കൂടി കൂട്ടിച്ചേർത്താണ് കരിക്കോട്ടക്കരി കേന്ദ്രമാക്കി വില്ലേജിന് അനുമതി ലഭിച്ചിട്ടുള്ളത്. എന്നാൽ വർഷങ്ങളായിട്ട് വില്ലേജ് ഓഫീസിൻ്റെ പ്രവർത്തനം നടക്കുന്നത് വാടക കെട്ടിടത്തിലാണ്. നിലവിൽ വാടക കൊടുക്കുവാൻ തന്നെ പ്രയാസപ്പെടുന്ന സാഹചര്യമാണുള്ളത്. ഹൗസിംഗ് ബോർഡിൻ്റെ കൈവശമുള്ള ഭൂമി വില്ലേജ് ഓഫീസ് കെട്ടിടത്തിന് വേണ്ടി അനുവദിച്ച് ഉത്തരവായിട്ട് വർഷങ്ങളായി. ഇതേവരെ വില്ലേജിന് സ്വന്തമായി ഒരു കെട്ടിടം നിർമ്മിക്കുന്നതിനാവശ്യമായ നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് ഞങ്ങൾ CPIയുടെ പ്രവർത്തകർ ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് റവന്യൂ വകുപ്പ് മന്ത്രിക്ക് അപേക്ഷ നൽകിയിട്ടുള്ളത്. മന്ത്രി ഇടപെട്ട് ഈ കരിക്കോട്ടക്കരി വില്ലേജിലെ ഒരു ആസ്ഥാന മന്ദിരം നിർമ്മിക്കുന്നതിനാവശ്യമായ ഫണ്ട് അനുവദിച്ചു തരുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കാല വിളംബരം കൂടാതെ അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകണമെന്നാണ് ഞങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് പറയാൻ വേണ്ടിയുള്ളത്. രൂപീകരണ ഘട്ടത്തിൽ കരിക്കോട്ടക്കരി ടൗണിലെ വാടക കെട്ടിടത്തിൽ ഓഫീസിന്റെ പ്രവർത്തനം ആരംഭിച്ചു. ദിവസേന നൂറുകണക്കിന് ആളുകൾ എത്തിച്ചേരുന്ന വില്ലേജ് ഓഫീസ് തീരെ സൗകര്യമില്ലാത്ത വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്നത് മേഖലയിലെ ജനങ്ങൾക്ക് ദുരിതമാവുകയാണ്. കരിക്കോട്ടക്കരി ആസ്ഥാനമാക്കി പുതിയ വില്ലേജ് രൂപീകരിക്കുന്നതിനു വേണ്ടി കരിക്കോട്ടക്കരി മേഖലാ വികസന സമിതി അംഗങ്ങളും CPIയുടെ നേതാക്കന്മാരും പാർട്ടി പ്രവർത്തകരും ഇടതുപക്ഷത്തിൻ്റെ ആളുകളും ഒത്തുചേർന്നുകൊണ്ട് നിവേദനം കൊടുക്കുകയും ബന്ധപ്പെട്ട മുഴുവൻ നടപടിക്രമങ്ങളും പൂർത്തിയായി ഇപ്പോൾ ഹൗസിംഗ് ബോർഡിൻ്റെ അധീനതയിലുള്ള 10 സെൻറ്റ് സ്ഥലം അനുവദിച്ച് ലഭിച്ചിട്ടുണ്ട്. ഈ കെട്ടിടം ഇപ്പോൾ വാടക കെട്ടിടത്തിലാണ്, ഈ വില്ലേജ് ഓഫീസ് ഇപ്പോൾ വാടക കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത്. വാടക കൊടുക്കാൻ പോലും ഒരു മാർഗമില്ലാതെ കഴിയുകയാണ്. കഴിഞ്ഞ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ അവസാന ഘട്ടത്തിൽ
അന്നത്തെ ബഹുമാനപ്പെട്ട റവന്യൂ മിനിസ്റ്റർ വി ചന്ദ്രശേഖരൻ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്ത് പ്രവർത്തനം ആരംഭിച്ച വില്ലേജ് ഓഫീസാണ്. ഈ മേഖലയിൽ നൂറുകണക്കിന് ആദിവാസികളും പാവപ്പെട്ട കർഷകരും കർഷക തൊഴിലാളികളും അടക്കം തിങ്ങിപ്പാർക്കുന്ന പ്രദേശം. വാഹന സൗകര്യങ്ങളും ഇല്ലാതെ അങ്ങാടിക്കടവിൽ വില്ലേജിൽ പോകാൻ പ്രയാസപ്പെട്ട് നിൽക്കുന്ന സമയത്ത് ഈ വില്ലേജ് രൂപീകരിച്ചതിന് ഏറ്റവും നല്ലൊരു കാര്യമായിട്ടാണ് പാർട്ടി കരുതുന്നത്. ഇതിന് മുന്നോടിയായി ഇനി നമുക്ക് ചെയ്യേണ്ട പ്രവർത്തനം ഇതിൽ കെട്ടിടം നിർമ്മിക്കുക എന്നുള്ളതാണ്. കെട്ടിടം നിർമ്മിക്കുന്നതിന് ആവശ്യമായ അതിന് മുൻപുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ച് അതിൻ്റെ കാര്യം നീങ്ങുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം പാർട്ടി ഇടപെട്ട് ലോക്കൽ കമ്മിറ്റി ഇടപെട്ട് ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രിക്ക് നിവേദനം നൽകുകയും പാർട്ടി ജില്ലാ സെക്രട്ടറി അടക്കമുള്ള ആളുകൾ, പാർട്ടി നേതാക്കന്മാർ ഇടപെട്ട ആളുകൾ ഈ കെട്ടിടം നിർമ്മിക്കുന്നതിന് 50 ലക്ഷം രൂപ ഫണ്ട് അനുവദിക്കുന്നതിന് ആവശ്യമായ നടപടികൾ നീങ്ങുന്നുണ്ട്. അത് അടിയന്തരമായും ഈ കെട്ടിടം നിർമ്മിക്കാൻ ആവശ്യമായ നടപടി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുണ്ടാകണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇതിനെ തുടർന്ന് 2024 ഹൌസിംഗ് ബോർഡിന്റെ കൈവശമുള്ള 10 സെന്റ് ഭൂമി വില്ലേജ് ഓഫീസിന് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിനായി വിട്ടുനൽകുവാൻ അന്നത്തെ ഹൌസിംഗ് ബോർഡ് ചെയർമാൻ പി സുനീർ തീരുമാനിച്ചു. എന്നാൽ ഭൂമി അനുവദിച്ച് കിട്ടിയിട്ട് 1 വർഷം കഴിഞ്ഞിട്ടും കെട്ടിടം നിർമ്മിക്കാൻ കഴിയാത്തതിൽ നിരാശയിലാണ് മേഖലയിലെ ജനങ്ങളും പൊതുപ്രവർത്തകരും. കരിക്കോട്ടക്കരി വില്ലേജ് ഓഫീസിന് ഹൌസിംഗ് ബോർഡ് അനുവദിച്ചു നൽകിയ 10 സെന്റ് ഭൂമിയിൽ പുതിയ ഓഫീസ് കെട്ടിടം നിർമ്മിക്കാനായി ഫണ്ട് അനുവദിക്കാൻ റവന്യൂ വകുപ്പിനെ സമീപിച്ചിരിക്കുകയാണ് CPI അയ്യങ്കുന്ന് ലോക്കൽ കമ്മിറ്റി. കെട്ടിട നിർമ്മാണത്തിനായി ഫണ്ട് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് CPI ലോക്കൽ കമ്മിറ്റി യോഗം ചേർന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജന് നിവേദനം നൽകി കാത്തിരിക്കുകയാണ്. വില്ലേജ് രൂപീകരിച്ചെങ്കിലും സ്റ്റാഫ് പാറ്റേൺ അനുവദിക്കാത്തതിനാൽ മറ്റ് വില്ലേജ് ഓഫീസുകളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ ഡെപ്യൂട്ടേഷനിലെത്തിയാണ് വില്ലേജ് ഓഫീസിന്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പുതിയ കെട്ടിടത്തിന് ഫണ്ട് അനുവദിക്കുന്നതിനോടൊപ്പം സ്റ്റാഫ് പാറ്റേൺ അനുവദിക്കണമെന്നും CPI ലോക്കൽ കമ്മിറ്റി യോഗം ആവശ്യപ്പെട്ടിട്ടുണ്ട്. യോഗത്തിൽ NB ജോസഫ് അധ്യക്ഷത വഹിച്ചു. ബാബു കാരക്കാട്ട്, ബിനോയ് പുന്നിലത്ത്, ഷൈനി വർഗീസ്, TP ജോസഫ്, ജിജി ജോസഫ് എന്നിവർ സംസാരിച്ചു. നിങ്ങളൊരു നഴ്സാണോ എങ്കിൽ ജർമ്മനിയിൽ പോകുവാൻ എന്തിന് ലക്ഷങ്ങൾ മുടക്കണം? അതും വിജയം വരെ സൗജന്യ ജർമ്മൻ ഭാഷാ പരിശീലനം യൂറോലീഗ് നൽകുമ്പോൾ. ഫ്രീ എഡ്യൂക്കേഷൻ, ഫ്രീ പേപ്പർ വർക്ക്, ഫ്രീ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ്. ഇനി സൗജന്യമായി ജർമ്മൻ ഭാഷ പഠിക്കാം, സൗജന്യമായി ജർമ്മനിയിലേക്ക് പറക്കാം. യൂറോലീഗ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി, കണ്ണൂർ, തൃശൂർ ആൻഡ് കൊല്ലം.